ഹായ്, ടിജോയാണ്. ഞാനിപ്പോൾ എൻ്റെ സ്വന്തം നാടായ മൂലൂരിനടുത്തുള്ള അറക്കുളം അശോക കവലയിലാണ്. വിധിയോട് പടവെട്ടി ജീവിതം കരസ്ഥമാക്കിയ റീന ചേച്ചിയുടെയും അമ്മയുടെയും മെഴുകുതിരി നിർമ്മാണ യൂണിറ്റിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അവിടുത്തെ നിർമ്മാണ യൂണിറ്റിലെ കാഴ്ചകളും വിശേഷങ്ങളും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വില്ലേജ് ബ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചേച്ചി നമസ്കാരം. എത്ര നാളായി ചേച്ചി ഈ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട്? 6-7 മാസമായി അല്ലേ? ഇതെങ്ങനെയായിരുന്നു ചേച്ചി തുടങ്ങാനുള്ള കാരണം എന്നാ എന്ന് പറയാമോ? ജീവിക്കാൻ വേണ്ടിട്ട് ചേച്ചി തുടങ്ങിയ പരിപാടിയാണ്. ഇത് എവിടെ നിന്നായി പഠിച്ചത് ഈ പരിപാടിയൊക്കെ? പകൽ വീട്ടിൽ പോയാ പഠിച്ചത് അല്ലേ? ഇതെങ്ങനെയാ ചെയ്യുന്നത്? എത്ര സമയം എടുക്കും ഒരു മെഴുകുതിരി നമുക്ക് ഉണ്ടാക്കി പാക്ക് ചെയ്യാനൊക്കെ ആയിട്ട്? അരമണിക്കൂർ. നമ്മളത് ചൂടാക്കി ഒക്കെ ചെയ്യണം അല്ലേ? ഉരുക്കി ഒഴിച്ചതിനകത്തേക്ക് ഒഴിക്കും അല്ലേ? അതിനകത്തേക്ക് ഒഴിച്ചു വെക്കും അല്ലേ? അപ്പൊ ഈ വലിയ ഉരുകി വരാൻ എത്ര സമയം, അല്ല മെഴുകുതിരിയായി മാറാൻ എത്ര സമയം എടുക്കും? 1 മണിക്കൂർ എടുക്കും അല്ലേ? ഇത് എത്ര സമയം ഉണ്ടായിരിക്കും അല്ലേ? അരമണിക്കൂർ എടുക്കും. അപ്പൊ ചേച്ചി ഇതൊക്കെ കൊണ്ട കൊടുക്കുന്നതൊക്കെ എവിടെയാ? നമ്മുടെ അടുത്ത കടകളിലാണോ? മൂരോടുത്ത് വശവിലൊക്കെ കൊടുക്കുന്നത് അല്ലേ? പള്ളികളൊക്കെ കൊടുക്കുന്നുണ്ടോ? അതെയോ, അടുത്ത പള്ളികളെല്ലാം കൊടുക്കുന്നുണ്ട്. കുരിശുപള്ളിയിലും വലിയ പോറ്റമ്പള്ളിയിലൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ചേച്ചി ഉണ്ടാക്കി വെച്ചേക്കുന്നത്, അച്ഛനുണ്ടാക്കി വെച്ചേക്കുന്ന മെഴുകുതിരിയാണ്. നല്ല ചൂടുണ്ട്. ഇത് അരമണിക്കൂർ ഇരിക്കണം. അപ്പോഴേക്കും ഇത് നല്ല കട്ടയായിട്ട് വരുമ്പോൾ നമുക്ക് തുറന്നെടുത്ത് അവിടെ ചേച്ചി ഉണ്ടാക്കി വെച്ചേക്കുന്ന കുറേ മെഴുകുതിരി ഉണ്ട്. ഇത് വലിയ മെഴുകുതിരിയാണ്. അച്ചാറിലൊക്കെ കത്തിക്കുന്ന മെഴുകുതിരിയായി കാണുന്നത്. ഇത് നമ്മളെ പള്ളിയിലൊക്കെ കത്തിക്കുന്ന ചെറിയ തിരികൾ. ഇതിന് കെട്ടാക്കി വെച്ചേക്കോട്ടെ. ചേച്ചിയുടെ ത്രാസൊക്കെ ഉണ്ടല്ലോ, ഇതെങ്ങനെയാ നമ്മുടെ ഇത് അളവെടുക്കാനുള്ളതാണോ? അപ്പൊ ഇത് ഉണ്ടാക്കാൻ ഇതുണ്ടാക്കാൻ വേണ്ടി എന്തൊരു അളവ് വേണ്ടി വരുമായിരിക്കും ഈ ഇതുണ്ടാക്കാനായിട്ട്? 1/2 കിലോ വേണോ അല്ലേ? ഈ ഇന്നത്തെ ഉണ്ടാക്കാൻ വേണ്ടി 1/2 കിലോ വേണ്ടി വരും അല്ലേ? അപ്പൊ ഈ 3 ഉണ്ടാക്കാനായിട്ട് 1 കിലോ വേണം. 1 കിലോ. അപ്പൊ ഇതുണ്ട്. ഈ 1, 2, 3 ഈ 3 അച്ച് ഫുള്ളായിട്ട് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ 1 കിലോ മെഴുക് വേണ്ടി വരും. ഇപ്പൊ നമ്മൾ മെഴുകൊക്കെ എവിടെ നിന്നാണ് മേടിക്കുന്നത്? എറണാകുളത്ത് വേണം. പോപ്പുലർ. അവിടെ നിന്ന് മേടിക്കുന്നത് അല്ലേ? അപ്പൊ റീന ചേച്ചി സഹായിക്കാനായിട്ട് അമ്മയുണ്ടല്ലേ? അമ്മയുടെ പേരായിരുന്നു അന്നക്കുട്ടി. അന്നക്കുട്ടി അമ്മയാണ് റീന ചേച്ചി സഹായിച്ചോണ്ടിരിക്കുന്നത്. അമ്മച്ചിയുടെ പരിപാടി എന്താ? ഈ പാക്ക് ചെയ്യലാണോ? വൃത്തിയാക്കല്, അതൊക്കെ അമ്മച്ചിയുടെ പരിപാടികള്. ഇപ്പൊ എല്ലാ ദിവസവും നമുക്ക് ഈ പരിപാടികളുണ്ടോ, അതോ ആഴ്ചയില് എങ്ങനെയാണോ? എല്ലാ ദിവസവും ചെയ്യുന്നില്ല, ഓർഡർ വരുന്നതനുസരിച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ സൺലൈറ്റ് ക്യാൻഡിൽസ് എന്നാണല്ലോ ഇപ്പൊ നമ്മുടെ തിരിയുടെ ഒക്കെ പേര്. ഇപ്പൊ സ്വന്തം ഇത് നമ്മുടെ തിരിയുടെ കമ്പനി അല്ലല്ലോ? അല്ല, ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് എടുത്ത് ഇങ്ങനെ കവർ വാങ്ങിച്ചുണ്ടാക്കി കൊടുക്കുന്നു. നമുക്ക് സ്വന്തമായിട്ടൊരു കവർ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഇനി നമ്മുടെ സ്വന്തം ബ്രാൻഡിൽ 25,000 രൂപ റെഡി കാശ് വേണം നമുക്കത് ഉണ്ടാക്കണമെങ്കിലേ. അത് ഉടനെ സാധിക്കില്ല. അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മുടെ ബ്രാൻഡിന്റെ പേരെന്തായിരിക്കും? കൃപ ക്യാൻഡിൽസ്. കൃപ ക്യാൻഡിൽസ് എന്നാണ് നമ്മുടെ റീന ചേച്ചിയുടെ ക്യാൻഡിൽ കമ്പനിയുടെ പേര്. അപ്പൊ നിലവിൽ ഇവര് സൺലൈറ്റ് ക്യാൻഡിൽസ് എന്ന പേരിലാണ്, അതായത് ഇവർക്ക് കിട്ടുന്ന കവർ അനുസരിച്ചാണ് അവര് ഇപ്പം ഇത് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് സ്വന്തമായിട്ട് കൃപ ക്യാൻഡിൽസ് എന്ന പേരിൽ ഒരു കമ്പനി തുടങ്ങണമെന്നും അത് രജിസ്റ്റർ ചെയ്തിട്ട് ആ പേരിൽ കവർ അടിച്ച് മെഴുകുതിരി വിതരണം ചെയ്യണമെന്നാണ് ഇവരുടെ ആഗ്രഹം. കേട്ടോ, 25,000 രൂപയോളം ചിലവാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചേച്ചി അമ്മയും മാത്രമേ ഉള്ളൂ ഇവിടെ? അതെല്ലേ? കൊച്ചു വരും അല്ലേ? അപ്പൊ കൊച്ചു നമ്മളെ സഹായിക്കുന്നുണ്ടല്ലേ? സപ്പോർട്ടായിട്ട് എല്ലാരും ചേച്ചിയുടെ കൂടെ ഉണ്ട്. അപ്പൊ ചേച്ചി നമ്മുടെ തിരി എടുക്കാറായില്ലേ? ചേച്ചി ലോക്കൊക്കെ അഴിക്കുവാണേ. അപ്പോൾ ഇത് ഉരുക്കി ഒഴിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നന്നായിട്ട് ഉടച്ചു കിട്ടോ. അപ്പം ചേച്ചി ആ ഫ്രെയിമിനകത്തുനിന്ന് അച്ഛനകത്തുനിന്ന് മാറ്റിയെടുക്കുകയാണ്. നമുക്കത് തിരിയായി വരുന്നത് കാണാം. സ്ക്രൂ ഒക്കെ അഴിച്ചെടുത്തു. 2 സ്ക്രൂ ആണ് ഇതിനുള്ളത് അഴിച്ചെടുക്കാനുള്ളത്. ഫ്രെയിം അഴിച്ചു. ഇത് എങ്ങനെ തിരി റെഡി ആയിട്ടിരിക്കുക. നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? 44 നമുക്ക് ഈ ഒറ്റ അച്ചിൽ ഉണ്ടാക്കാം കേട്ടോ.
ഇതുണ്ടോ, ഇതിന്റെ അടിയിലും കൂടെ ഉണ്ട്, അതിന് തുറന്നെടുക്കണം. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഇത് അതുപോലെ തന്നെയല്ലേ? ഇത് വലിയതായതുകൊണ്ട് അതിന്റെ എണ്ണം കുറവാണ്. 24 ഉണ്ടാക്കാം, ഇത് 44 ഉണ്ടാക്കാം. വലിയതായതുകൊണ്ട് എണ്ണം കുറച്ച് നമുക്ക് ഉണ്ടാക്കാൻ. ഉണങ്ങി വരാൻ 1 മണിക്കൂറോളം സമയം എടുക്കും അല്ലേ? ഉണങ്ങി വരാൻ തുടങ്ങി അല്ലേ? നമ്മളെപ്പോഴും ഫാൻ ഇടണം അല്ലേ? ചൂട് കാരണം അത് ഉണങ്ങാൻ താമസമായിരിക്കും. വെള്ളത്തിൽ കൊണ്ടുപോകണം അല്ലേ? സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫാൻ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. സ്ഥലപരിമിതി മൂലമാണ്. ഇവര് നമ്മുടെ ചേച്ചിയുടെ വീട്ടിലാണ് ഇത് ഉണ്ടാക്കുന്നത് അല്ലേ? വീട്ടിലൊരു മുറിക്കകത്താണ് ചെയ്യണത്. ഈ കാണുന്ന മുറിയിലാണ് ചേച്ചി ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ചേച്ചിയുടെ നിർമ്മാണ യൂണിറ്റ് ഇവിടെയാണ്. അപ്പൊ ചേച്ചി ഓർഡർ അനുസരിച്ചും നമുക്ക് ഉണ്ടാക്കി തരും കേട്ടോ. നമുക്ക് ചേച്ചിക്ക് എത്ര വേണമെന്ന് പറഞ്ഞാല് തൂക്കത്തിലും ചേച്ചി കൊടുക്കും കേട്ടോ. തൂക്കത്തില് കൊടുക്കും, അതുപോലെ എണ്ണത്തിലും കൊടുക്കും അല്ലേ? തിരി റെഡി ആയില്ലേ? ഇത് തിരി സെറ്റായിരിക്കുകയാണ്. ഇനി കത്രിക ഉപയോഗിച്ച് മുറിച്ചെടുക്കും അല്ലേ? ഓക്കെ, അങ്ങനെ തിരി സെറ്റായി. അതേ ഈ ട്രെയില് ചേച്ചി ഇപ്പോൾ ഉണ്ടാക്കി, നമ്മൾ കണ്ടില്ല, ചേച്ചി ഉണ്ടാക്കിയ തിരിയാണ് കാണുന്നത് കേട്ടോ. നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ പാക്ക് ചെയ്ത് നമ്മൾ പള്ളികളിലും അതുപോലെ കടകളിലൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ റീന ചേച്ചി ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മെഴുതിരികളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് സെയിലിനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഈ നമ്മുടെ പള്ളി പെരുന്നാളും അമ്പലത്തുത്സവമൊക്കെ വരാൻ പോവുകയാണ്. ജനുവരി മാസമൊക്കെ ആകാൻ പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ക്യാൻഡിൽസുകൾ ബൾക്കായിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് റീന ചേച്ചിയെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. റീന ചേച്ചിയുടെ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കാം. അതുപോലെ ആറക്കുളത്താണെങ്കിലോ കാഞ്ഞാറിലാണെങ്കിലോ മൂലയിടത്തൊക്കെ ആണെങ്കിലും നിങ്ങൾ പറയുന്ന സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേച്ചി നിങ്ങൾക്ക് ഉണ്ടാക്കി തരുമായിരിക്കും. ഇത് നിങ്ങൾക്ക് വാങ്ങിക്കുവാണെങ്കിൽ റീന ചേച്ചിക്ക് ഒരു അനുഗ്രഹമായിരിക്കും. കൃപ എന്ന് പറയുന്ന അവരുടെ ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പം എല്ലാവരും റീന ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഉത്സവങ്ങളിലും പള്ളിപ്പെരുന്നാളിലും ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ക്യാൻഡിലാണ് ടീ ലൈറ്റ് ക്യാൻഡിൽ ഉണ്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് റീന ചേച്ചിയെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ റീന ചേച്ചിയിൽ ക്യാൻഡിൽസ് മാത്രമല്ല, നല്ല നാടൻ അച്ചാറുകളും ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ മാങ്ങ അച്ചാറാണ്, ഇത് നാരങ്ങ അച്ചാറാണ്, കൂടെ നെല്ലിക്ക അച്ചാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ നാരങ്ങ അച്ചാറും അതുപോലെ വിവിധ തരത്തിലുള്ള അച്ചാറുകൾ ചേച്ചിയുടെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഓർഡർ അനുസരിച്ച് ചേച്ചി ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ. ജന്മനയുള്ള തൻ്റെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും അവഗണിച്ച് ജീവിക്കാൻ വേണ്ടി പോരാടുന്ന പ്രിയപ്പെട്ട റീന ചേച്ചിക്കും അമ്മയ്ക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ ബൈ.